വല്യമ്മേ ഉണ്ണേട്ട് വന്നു. കൗസല്യേ ഉണ്ണേട്ട് വന്നു. വല്യേട്ട ഉണ്ണേട്ട് വന്നു. എന്താ പെണ്ണ് പറഞ്ഞത്? ഉണ്ണിത്തമ്പരാൻ വന്നോന്ന്. ഉണ്ണിത്തമ്പരാൻ വന്നു. ഉണ്ണിയാ? വന്നോ? കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. അമ്മ എന്തിനാ കരയണേ? ഞാൻ കരയുന്നൊന്നുമില്ല, നീ വന്നല്ലോ. നിന്റെ അമ്മ നേരെ ചൊവ്വ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അച്ഛൻ സ്റ്റേഷനിൽ വന്ന് കാത്തൊന്നും മടുത്തൂല്ലേ? പറഞ്ഞോ. അച്ഛൻ സ്റ്റേഷനിൽ വന്നേ കാത്തൊന്നും മടുത്തൂല്ലേ? ഇതാ ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പം. വേടി പൊട്ടിച്ച ദേ പോക പോണൂന്ന് പറയും. ഈ കുന്ത്രാണ്ടം വെച്ചില്ലെങ്കിൽ ഒരു വസ്തുവും കേൾക്കില്ല. നിന്റെ അച്ഛനോട് തൊള്ള തുറന്ന് എനിക്ക് വയ്യാണ്ടായി. നിന്റെ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഞാൻ വരണ കണ്ടാ പറയും ചാത്തൂട്ടിയാന്ന്, ചാത്തൂട്ടിയെ കണ്ടാ പറയും ഞാനാന്ന്. പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും കാണാണ്ടായിട്ടില്ല. അല്ല, എന്താ ഇത്രയും താമസിക്കാൻ? വരണ വഴിക്ക് വെള്ളപ്പൊക്കവും ബഹളമൊക്കെ ആയിരുന്നു. കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. അല്ല, നിങ്ങൾ കഥയും കേട്ടോണ്ട് നിൽക്കുക. ആ പെട്ടിയും കിടക്കയും എടുത്ത് അകത്തേക്ക് വെക്കുക ദിവസം. എടുക്കാൻ പൊന്താത്തതാ പൊന്തിക്കണേ. ഒടുക്കം വന്നില്ലേ? എങ്ങനെയുണ്ട് ആള്? യാത്രയിലെ പൊടിയും കാറ്റും തട്ടി വരന്തോണ്ടാവും മുടി ഇങ്ങനെ. എന്നെയൊന്നും തേക്കുണ്ടാവില്ല. വിചാരിച്ചിരുന്നേലും നിറണ്ട്. ഒന്നും പറയണ്ട എന്റെ ഉണ്ണിയെ. ഒരു ദിവസം 33 പ്രാവശ്യം ഞാൻ നിന്റെ അമ്മയായിട്ട് വഴക്കിടും. ജോലിയും പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഈ വഴക്കും തമാശയൊക്കെ ഒരു രസാ. ചോദിക്കാൻ വിട്ടുപോയി, ഏതായി കുട്ടി? ഇത് നമ്മുടെ ഞാൻ എഴുതിയിരുന്നില്ലേ ഉണ്ണി? ഓ, ഞാനത് മറന്നു. എന്താ കുട്ടിയുടെ പേര്? അമ്മണിക്കുട്ടി. ഓ, അവക്ക് നാണം. ഇവളാ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി. മോള് പോയി കൗസല്യോട് ഉണ്ണിക്ക് വിളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ പറ. നീ പോയി ചായ ഉണ്ടാക്ക. പാവം മെടുക്കിയ. അച്ഛനില്ലാത്തല്ലേ ഉണ്ണി. കുട്ടികള് വേറെയില്ലേ, ചെലവ് കഴിയണ്ടേ. ഇവളെ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാ അതുകൊണ്ട് അവറ്റയ്ക്കൊരു ഉപകാരമായി. ഇവിടെ ആയതുകൊണ്ട് അവർക്കൊരു സമാധാനമാ. കാശും പണം ഇല്ലാച്ചിട്ട് വല്ലയിക്കിലും അടിച്ചുകളിക്ക് വിടാൻ പറ്റുമോ? ഒന്നുമില്ലാലും കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഉണ്ണി. എന്താ പുരയ്ക്ക് തീ കൊളുത്താൻ പോവാ? തീപ്പെട്ടി കത്തണില്ല, നനഞ്ഞിട്ടാവും. നനയും.
അയ്യേ, നഖത്തിലൊക്കെ ചളിയ. ഈ നേരത്തിപ്പോ മത്സ്യം എവിടുന്നാ കിട്ടുക? ആ ചാത്തൂട്ടിയോട് പറഞ്ഞ ഒരാളെ അയച്ചാ മതി. ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും വൈകിട്ടത്തേക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഉണ്ണിക്ക് ഇപ്പൊ മത്സ്യം ഒന്നും ഇല്ലെങ്കിലും ചോറിറങ്ങും. ആ പേരും പറഞ്ഞ് നിങ്ങൾക്ക് മത്സ്യം കൂട്ടണം. ദേ, നിങ്ങളുടെ ഈ വർത്തമാനം കേൾക്കുമ്പോഴാ എനിക്ക് അരിച്ചരിച്ച് കയറുന്നത്. ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണി തെക്കകത്തുണ്ട്. നീ ആ ചായ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ചായ. ആ, ഇത്തവണ ആരാ മുടിയൊക്കെ ഒരുക്കേ? അമ്മണിക്കുട്ടിയാ? സാധാരണ വന്നിട്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാറ്.